ഹലോ നമസ്കാരം, എല്ലാവർക്കും മമ്മി അന്മിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എഗ്ഗ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ ഈവനിങ്ങിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല എരിവോട് കൂടിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു 6 എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇഡ്ഡലി തട്ടിലിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി തട്ടിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ തടവി കൊടുക്കുക എല്ലാ തട്ടിലും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നന്നായിട്ട് അങ്ങനെ വൃത്തികേടാവാത്ത രീതിയിൽ നമുക്ക് ഇത് ഒഴിച്ചെടുക്കണം. ഇപ്പോൾ അതെല്ലാം കറക്റ്റായി വന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. ചെമ്പിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തട്ട് അതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എഗ്ഗ് വേവിക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ആ തട്ടിൽ നിന്നും ഓരോന്നും അടർത്തി മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു മസാല വേണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടിയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ എഗ്ഗിലും ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചുകൂടി ഒഴിക്കുക കേട്ടോ. ഞാൻ അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുള്ളൂ. അതിലേക്ക് നമുക്കിത് ഓരോന്ന് ഇട്ടെടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി കുറച്ച് വെന്തുണ്ടാവുമല്ലോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന വരെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വിഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. അപ്പോൾ എന്താ, നല്ല ഓരോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.